ഇതെന്താ നിങ്ങൾ വീടിന് മുന്നിൽ ബോർഡ് വെച്ചിരിക്കുന്നത്? ഞാനൊരു നിത്യരോഗിയാണ്, എനിക്ക് എന്തും ഇങ്ങനെ പോകാനുള്ള സൗകര്യം വേണോ? അതിന് നിങ്ങൾ ഇനി ഇത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലം തന്നാളി, അതിനുള്ള പൈസ സൗകര്യം തന്നാളി. അതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബോർഡ് വെച്ചത്. ദേശീയപാത 66 മലപ്പുറം ജില്ലയിലേക്ക് കടന്നാൽ ഇരുവശത്തും ഈ ബോർഡുകൾ കാണാം. 45 മീറ്റർ വീതിയിൽ BOT അടിസ്ഥാനത്തിൽ പാത വികസിപ്പിക്കുന്നുവെന്നറിഞ്ഞതു മുതൽ സ്ഥാപിച്ചവയാണിവ. സർക്കാർ പറഞ്ഞത് ഒരു 30 രൂപയൊക്കെയാണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഒരു വീട് വെക്കാനോ സ്ഥലം വാങ്ങാനോ കിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള ന്യായമായിട്ടുള്ള ഒരു വില നിശ്ചയിക്കാതെ ഭൂമി എടുക്കരുത് എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഞങ്ങളെ വീടും സ്ഥലമൊക്കെ പോയാൽ ഞങ്ങൾക്ക് പിന്നെ പാർക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ എന്ത് ചെയ്യുക? അതന്നെ കിട്ടുന്ന സ്ഥലത്തിന് ഞങ്ങൾക്ക് നല്ല വില കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ. BOTക്ക് പകരം 30 മീറ്റർ വീതിയിൽ സർക്കാർ പാത നിർമ്മിച്ചാൽ സ്ഥലം വിട്ടു നൽകാൻ ഇവർ തയ്യാറാണ്. മാർക്കറ്റ് വിലയനുസരിച്ച് സ്ഥലത്തിന് മുൻകൂർ പണവും നൽകണം. 30 മീറ്റർ ഗുണപ്രദമായ സൗകര്യപ്രദമായ റോഡ് വരിക, അതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ BOTക്കുള്ള റോഡ് കച്ചവടത്തിന് ഒരിക്കലും ഞങ്ങളാരും സ്ഥലവും വീടും ഭൂമിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 45 മീറ്ററിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല. BOTക്ക് കച്ചവടത്തിന് കൊടുക്കാൻ, അതിന് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല. ചേലേമ്പ്ര മുതൽ പാലപ്പെട്ടി വരെയുള്ള 85 കിലോമീറ്ററിൽ 45 മീറ്റർ വീതിയിൽ പാത വികസിപ്പിച്ചാൽ 2000-ലധികം വീടുകൾ കുടിയൊഴിയേണ്ടി വരും. 1000-ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതാവും. 80 ആരാധനാലയങ്ങളും മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് തക്കതായ പരിഹാരമാർഗങ്ങൾ സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആശങ്കകൾ സർക്കാർ അതീവ ഗൗരവമായി കണ്ടേ തീരൂ. എങ്കിൽ മാത്രമേ പാത വീതി കൂട്ടണമെന്ന പൊതു ആവശ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സർക്കാരുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സർവേ നടത്താൻ പുറത്തുള്ള കൺസൾട്ടൻസിക്ക് അത് കൊടുത്തത് എന്തുകൊണ്ട് നാറ്റ്പാക്ക് പോലുള്ള ഒരു പൊതുസ്ഥാപനത്തിന് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചില്ല? അല്ല, ഈ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാക്കേജാണ്. ഇപ്പം നാറ്റ്പാക്കിനെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിക്ക് ചെയ്യാവുന്നത് ഈ റോഡിന് വേണ്ട സർവേ ചെയ്ത് ഏറ്റവും നന്നായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് വരച്ചു കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ്, അതായത് അതിൻ്റെ ഹൊറിസോണ്ടൽ കർവ്സ്, വെർട്ടിക്കൽ കർവ്സ്, ഏറ്റവും കുറച്ച് ബിൽഡിങ്സ് പോവുക, ഇതൊക്കെ നോക്കി. പിന്നെ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഞങ്ങളെല്ലാം ഏത് കൺസൾട്ടൻ്റ് ആയാലും കൃത്യമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് വരച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ് കൺസേൺഡ് അതോറിറ്റി അപ്രൂവ് ചെയ്യും. പിന്നെ സെക്കൻഡ് സ്റ്റേജാണ് ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാക്കേജാണ്. ലാൻഡ് അക്വിസിഷന് വേറൊരു അതോറിറ്റിയാണ്, എല്ലാ യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ റവന്യൂ അതോറിറ്റീസാണ് ലാൻഡ് അക്വിസിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ലാൻഡ് അക്വിസിഷൻ യൂണിറ്റ് ഉണ്ടായി അവരെ ലാൻഡ് വാല്യുവേഷൻ നടത്തി ഇത് അഫക്റ്റഡ് പാർട്ടീസിനുള്ള കോമ്പൻസേഷൻ ഫിക്സ് ചെയ്ത് കോമ്പൻസേഷൻ കൊടുത്ത് പല തലത്തിലും ചർച്ചകൾ നടത്തി അവരെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ച്. തീർച്ചയായും. പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് എന്തുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല? ഇതിൻ്റെ ഒരു പ്രധാന തടസ്സമായിട്ട് വരുന്ന എന്തുകൊണ്ടാണ്? 6 വരി പാതയെക്കുറിച്ച് ചിന്തിക്കേണ്ട വിധമാണ് വാഹനങ്ങളുടെ ബാഹുല്യം, വാഹനങ്ങളുടെ വർധന. പക്ഷേ 4 വരി പാത പോലും നമുക്ക് നടപ്പാകുന്നില്ല. ഇത് ആരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നമാണ്? നമ്മളുടെ ഒരു കഴിഞ്ഞ കാലത്തുണ്ടായ പല ചീത്ത സംഭവങ്ങൾ, ഇപ്പം മൂലമ്പള്ളി പാക്കേജ് നമുക്കറിയാം, അതൊരു വലിയൊരു കറുത്ത അധ്യായം തന്നെയാണ്. അതിൽ നിന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ചില സംശയങ്ങൾ, ഭീതി, ഇതെല്ലാം ഒരു അൺസർട്ടനിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എത്ര ക്യുക്കായി, അതായത് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഒരു സ്ലോ മോഷൻ ഇത്തരം പരിപാടികൾക്ക് പറ്റില്ല. ഇതൊക്കെ ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ മാതിരി ക്വിക്കായിട്ട് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ വണ്ടി നിറയെ ക്യാഷുമായിട്ട് അവൻ്റെ പടിക്ക് ചെന്നിട്ട് ചേട്ടാ 10 സെൻറ്റ് സ്ഥലം എത്ര രൂപ, ദേ പിടിച്ചോ പൈസ, ആ രീതിയിലേക്ക് ജനങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കാൻ സർക്കാരിന്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, പൊതുപ്രവർത്തകർക്കെല്ലാം ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. ഇത് രാഷ്ട്രീയ പ്രവർത്തകർ രണ്ട് ചേരിയായിട്ട് ഒന്ന് തമ്മിലടിച്ചിട്ടാണ് ഈ കാലം മാറി മാഡം പറഞ്ഞ മാതിരി നാഷണൽ ഹൈവേ 2002 അലോട്ട് ചെയ്ത ഫണ്ട് പോലും നമുക്ക് 2013 യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തി വളരെ അത്യാവശ്യമാണ്. കാര്യം ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താനാണ് പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്പം കുറവും ചതവും ഒക്കെ എല്ലായിടത്തും ഉണ്ടാകാം. NHന്റെ വികസനം ഒരിക്കലും വോട്ട് ബാങ്കിനെ സ്വാധീനിക്കില്ല. അതുകൊണ്ടായിരിക്കുമോ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കാത്തത്? അല്ല, ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 2002 ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ ദേശീയപാത വികസനത്തിനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചു. നമ്മളിവിടെ അന്നെല്ലാം ചർച്ചയായിരുന്നു ഇവിടെ ടോൾ വേണോ ടോൾ വേണ്ടയോ എന്ന്. അത് പിന്നെ ചെറുപ്പക്കാരനായ ഒരു മോൻസി ജോസഫ് വന്നപ്പോഴാണ് അച്യുതാനന്ദനെ കൊണ്ട് ടോൾ മേടിച്ചിട്ടാണെങ്കിലും നാഷണൽ ഹൈവേ
നമുക്ക് റോഡിന് വീതി കൂട്ടണം എന്ന് തീരുമാനിക്കാനുള്ള ചർച്ച എത്ര വർഷം നീണ്ടുപോയി? 5 വർഷം നീണ്ടുപോയി. അപ്പോഴത്തേനുള്ള അപകടം എന്നാ? ഓരോ വർഷവും വസ്തുവിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക. ഈ വസ്തുവിൻ്റെ വില കൂടുന്നതനുസരിച്ച് ടോൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ ടോളിനെതിരെ സമരം ചെയ്യുന്ന മുഴുവൻ 98% ആളുകളും ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരുമാണ്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഓട്ടോറിക്ഷക്കാർക്കും സ്കൂട്ടറുകാരും ടോളിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരിക്കുക. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ വിയോജിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ BOT പദ്ധതി അനുസരിച്ചാണ് 1 45 മീറ്റർ റോഡ് വേണ്ടത്. 2 ഈ പദ്ധതിയുടെ അടങ്കൽ തുക എസ്റ്റിമേറ്റ് നേരത്തെ അദ്ദേഹം പറഞ്ഞ ബഹുമാന്യനായ മോൻസ് ജോസഫ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ ഒരു PWD മാനുവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 കിലോമീറ്ററിൽ 4 വരി പാത പണിയുന്നതിന് വെറും 6 കോടി രൂപയാണ്. ഇന്ന് സാധനങ്ങളുടെ വില വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വർധനവ് വരാം. അങ്ങനെ വന്നാൽ ഒരു 8 കോടി രൂപ വരും. കേരളത്തിലാകെ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള എസ്റ്റിമേറ്റ് BOT പദ്ധതി വന്നപ്പോൾ അത് പെരുപ്പിച്ചു. 1 കിലോമീറ്ററിന് 19 മുതൽ 25 കോടി വരെയാണ് ഇതിനകത്ത് വർദ്ധിച്ചു വന്നത്. ഇതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ രേഖ ഇരിപ്പുണ്ട്. 8.15 കോടി രൂപ 1 കിലോമീറ്ററിന് 40% സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കുക. നമുക്ക് പൊതുജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ചികിത്സാ ചെലവ് വഹിക്കുന്ന സർക്കാരിൻ്റെ പൈസ എടുക്കാതെ വാഹനം ഓടിക്കുന്ന ആൾ, ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വാഹനം മേടിക്കുന്ന ആൾ 5.5 ലക്ഷം രൂപ റോഡ് ടാക്സ് കൊടുക്കണം. ആ ആൾ തന്നെ ടോള് പിരിക്കുമ്പോൾ ആ വാഹനം ഓടിക്കുന്ന ആൾ, അതിൽ റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ടോൾ റോഡിൻ്റെ ബാധ്യത വരുന്നത്. അതേസമയം ടോൾ റോഡിൻ്റെ വശങ്ങളിൽ സർവീസ് റോഡുണ്ട്, അത് ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കണ്ട. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്തൊന്ന് കറക്റ്റ് ചെയ്യാനും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ BOT PPP ആ ഒരു പ്രോജക്റ്റ് കൺസെപ്റ്റ് നേരത്തെ കൊണ്ടുവന്നത്. പക്ഷേ എല്ലാം ഗ്രാൻഡ് ഉള്ളതല്ല. നെഗറ്റീവ് ഗ്രാൻഡും ഉണ്ട്, പോസിറ്റീവ് ഗ്രാൻഡും ഉണ്ട്. കേന്ദ്ര ഫണ്ടുകൾക്ക് എന്ത് സംഭവിക്കുന്നു? 70-80കളിലും സ്ഥലം ഏറ്റെടുത്ത ആലപ്പുഴ കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായി. ഇതിനൊക്കെ ആരായിരിക്കും ഉത്തരവാദി? നമ്മൾ ഇക്കാര്യത്തിൽ എത്ര മിടുക്കരാണെന്നുള്ളതിൻ്റെ ഉദാഹരണം എറണാകുളത്ത് വൈറ്റില മുതൽ വളഞ്ഞമ്പലം വരെയുള്ള 2.5 കിലോമീറ്റർ PWD സർവീസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു പോയി. 24 വർഷമായി. അദ്ദേഹം സർവീസിൽ കയറുമ്പം അവിടുത്തെ ആ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയിട്ടും ആ 2.5 കിലോമീറ്റർ റോഡ് ആ പറഞ്ഞിരിക്കുന്ന നോംസിൽ നമുക്ക് വീതി കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 2 ഗുജറാത്തികൾ അവിടെ വീട് വെച്ചതാണ്. നമ്മൾ ഗുജറാത്തിൽ ചെന്നിട്ട് അവിടുത്തെ റോഡ് വികസനത്തിനെതിരെ കേസ് കൊടുത്താൽ അവിടെ കഴുത്ത തല വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു കുണ്ടന്നൂർ, നമ്മുടെ ഇടപ്പള്ളി മുതൽ കുണ്ടന്നൂർ വരെയുള്ള 4 ഫ്ലൈ ഓവർ പണിയാൻ 1600 കോടി രൂപയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഡീസലിന് 45 രൂപ വിലയുള്ളൂ. അന്ന് പറയുന്നുണ്ട് ഈ 4 ഫ്ലൈ ഓവർ വരാത്തതിൻ്റെ പേരിൽ അവിടുത്തെ ട്രാഫിക് കുരുക്ക് കാരണം 90 കോടി രൂപയുടെ ഡീസലും അല്ലെ പെട്രോൾ കത്തിപ്പോകുന്നു എന്ന്. നമുക്ക് 12 അല്ലെ 13 കൊല്ലം കത്തിപ്പോകുന്ന ഡീസലിൻ്റെ പൈസ മതിയല്ലോ. ഇതിന് ചെയ്യാവുന്ന ഏറ്റവും ടോള് വേണ്ട. ഈ എറണാകുളം ടൗണിലെ റോഡ് വികസനത്തിന് എറണാകുളം ടൗൺ അല്ലെങ്കിൽ എറണാകുളം മേഖലയിലെ പമ്പുകളിൽ ഡീസലും പെട്രോളും അടിക്കുന്നതിന് സെസ് ഏർപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആരുടെയും പ്രശ്നം വരുന്നില്ലല്ലോ. ഇവിടുത്തെ പൊതുഖജനാവിൽ നിന്ന് പണം പോകുന്നില്ല. പൊതുഖജനാവിൽ നിന്ന് പണം അനുവദിച്ചിട്ട് പോലും എന്തുകൊണ്ട് അത്രയും ഫണ്ട് ലാപ്സാകുന്നു, വർഷങ്ങൾ ലാപ്സാകുന്നു? ബൈപ്പാസുകളുടെ നിർമ്മാണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ വിഷയം, അത് അങ്ങനെ തന്നെ മുടങ്ങി കിടക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ BOT പാത നടക്കുന്നുണ്ടല്ലോ, ഈ മണ്ണുത്തി അങ്കമാലി പാത. അതൊരു സർക്കാർ പദ്ധതി ആയിരുന്നെങ്കിൽ ഇത്രയും സമയം കൊണ്ട് തീരില്ലത്. കാര്യം ഒരു ഫ്ലൈ ഓവർ പണിയാൻ തന്നെ കൊല്ലങ്ങളെടുക്കും. അതാണ് നമുക്ക് BOT പദ്ധതികൾ കൊണ്ടുള്ള ഗുണം ആണ് ഞാൻ ഈ പറയുന്നത്. 25 വർഷക്കാലമായിട്ട് ദേശീയപാത വികസനം മുടങ്ങി കിടക്കുകയാണ്. ആര് മുടക്കി? ജനങ്ങളല്ല. 74-ലാണ് കേരളത്തിലെ ചേർത്തല മുതൽ കഴക്കൂട്ടം വരെയുള്ള സ്ഥലം അക്വയർ ചെയ്തത്. 30 മീറ്റർ മുതൽ 60 മീറ്റർ വരെ സ്ഥലമുണ്ട്. ഈ 74 ഇത്രയും നാളിനകം ദേശീയപാത വികസനം നടത്താതിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേരളം ഭരിച്ചിരുന്ന അല്ലെ കേന്ദ്രം ഭരിച്ചിരുന്ന ഗവൺമെന്റുകളാ. ഈ കേരളത്തിൽ വ്യക്തതയോടുകൂടി പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ സർക്കാരുകൾക്ക് കഴിയാത്തത് കൊണ്ടാണോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ സ്ഥലത്തിനകത്ത് ദേശീയപാത പണിയാം. പക്ഷേ ഇപ്പോഴെന്താ, സംസ്ഥാന സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ ബില്ല് പാസ്സാക്കിയെന്ന്. ഏത് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി? ആ ബില്ല് പാസ്സാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു. പക്ഷേ NHന്റെ അല്ല. NH എന്ന് പറയുന്നത് നേരത്തെ ഉള്ള 2009 ആക്ട് അനുസരിച്ച് മാത്രം, NH ആക്ട് അനുസരിച്ച് മാത്രമാണ്
അതിൻ്റെ പാക്കേജ് പറഞ്ഞത്. എന്തുകൊണ്ട് നാറ്റ്പാക്കിനെ പോലുള്ള സ്റ്റഡികളിൽ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നില്ല? ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താം, ഒരു പബ്ലിക് ഡിബേറ്റ് നടത്താം. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? ജനങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ കഴിയില്ലേ? ഈ കാര്യത്തിൽ ഒന്നുകൂടി ഉത്തരം പറയുന്നത് ജനങ്ങൾ തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഒരു പോയിന്റ് ഞാൻ പറയാം. കാരണം നാറ്റ്പാക്കിനെ പോലുള്ള അല്ലെ ഏത് കൺസൾട്ടൻറ്റ് സ്റ്റഡി ചെയ്താലും ഇതേപോലെയുള്ള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിനുള്ളിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് പാക്കേജ്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, ഈ 2 ചാപ്റ്റർ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം അതിനകത്ത് കൊണ്ടുവന്നുകൂടാ? ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമോ ഒരു പബ്ലിക് ഡിബേറ്റ് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ പറഞ്ഞില്ല, അത് അടുത്ത സ്റ്റേജിലാണ്. റിപ്പോർട്ട് അല്ലെങ്കിൽ ഡിസൈൻ അപ്രൂവൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്കാണ് അത് വരേണ്ടത്.